നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി വന്നതാണ്. ആരും സ്കിപ്പ് ചെയ്ത് വരുന്നത് മുഴുവനായിട്ട് എല്ലാവരും ഈ വീഡിയോ കാണുകയും ചെയ്യണം. നമുക്കാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഈ സഹായം ചോദിച്ച അശ്വതീച്ചുവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് ഇതേ സെയിം അസുഖം ഉള്ള ഒരു കുട്ടി നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആതിര സന്തോഷ് എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. അപ്പോൾ നമ്മുടെ അശ്വതീച്ചുവിൻ്റെ വീഡിയോ ചെയ്തേക്കുന്നത് കണ്ടിട്ടാണ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തത്. ചേട്ടാ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, എനിക്ക് ഡയാലിസിസ് ചെയ്യാൻ ഇപ്പോൾ തീരെ നിവൃത്തിയില്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു എന്നെ കുട്ടി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ കുട്ടി എന്നോട് സത്യം പറഞ്ഞാൽ ചോദിച്ചതൊന്നെങ്കിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടോ കൊടുത്ത് സഹായിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സംഘടനകൾ അറിയോ എന്ന് ചോദിച്ചിട്ടായിരുന്നു എന്നെ കുട്ടിയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യത്തിൽ സംഘടനകളൊന്നും അങ്ങനെ അറിയത്തില്ല. അപ്പം നമ്മുടെ കയ്യിലും കൊടുക്കാൻ സത്യം പറഞ്ഞാൽ ഇല്ലാത്തൊരു സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിലോട്ട് വന്ന് നമ്മൾ ഈ ഒരു കാര്യം അവതരിപ്പിക്കുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും ആ കുട്ടിയെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക ആ കുട്ടിയെ. കാരണം തീരെ ഇപ്പം പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ആ കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും ആക്ഷേപിക്കാനോ കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ നിൽക്കരുത്. കാരണം നമുക്ക് എല്ലാവർക്കും വീഴ്ച വരും. എപ്പോൾ വേണമെങ്കിലും അസുഖങ്ങൾ വരാം, ചിലപ്പോൾ മാറാരോഗങ്ങൾ വരാം. അപ്പം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഏതൊരു സിറ്റുവേഷനിലും മനുഷ്യന് എത്താൻ പറ്റുന്ന ഒരു നിലയിലാണ് മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കുമല്ലോ നമ്മുടെ അടുത്ത് ഹെൽപ്പ് ചെയ്യാവോ ചോദിച്ചിട്ടുണ്ടാകും. അല്ലാതെ ഒരിക്കലും ഒരാളും സഹായം ചോദിച്ച് വരില്ലല്ലോ. ഞാൻ മറ്റൊരാൾക്ക് ചെയ്തിരിക്കുന്ന വീഡിയോ കണ്ടിട്ടാണ് എന്നെ ആ കുട്ടി ഒന്ന് സഹായം ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. കാരണം അത്രയ്ക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരിക്കും ആ കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കണ്ടതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. എൻ്റെ അടുത്ത് ഇത് പറഞ്ഞിട്ട് കുറച്ച് നാളായി. നമുക്കും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ടായിരുന്നു ഇതുവരെ വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. ആ കുട്ടി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അത്രയും ഇപ്പം പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ആ കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ആ കുട്ടിയുടെ ഡീറ്റെയിൽ ഒക്കെ നമ്മളിതിൽ കൊടുക്കാം, ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാം. കഴിയുന്നവരൊന്ന് കോണ്ടാക്ട് ചെയ്യുക, കഴിയുന്നവരൊന്ന് സഹായിക്കുക ആ കുട്ടിയെ. അതുപോലെ തന്നെ മാക്സിമം ആക്ഷേപിക്കാതിരിക്കുക. കാരണം എപ്പോൾ വേണേലും മനുഷ്യനെ എന്തും സംഭവിക്കാന്നുള്ളൊരു നിലയിലല്ലേ എല്ലാവരുടെയും ജീവിതം. ആരും ആക്ഷേപിക്കാതിരിക്കാൻ ശ്രമിക്കുക. പാവമല്ലേ, ജീവിക്കാനുള്ളൊരു കൊതി കൊണ്ടാണ് അവരൊക്കെ ഇത് നമ്മളോട് സഹായം ചോദിച്ച് മുന്നോട്ട് വരുന്നത്. അപ്പോൾ അവർ നമ്മളാൽ കഴിയുന്ന 1 രൂപ ആയിക്കോട്ടെ, 5 രൂപ ആയിക്കോട്ടെ, 10 രൂപ ആയിക്കോട്ടെ, നമ്മളാൽ കഴിയുന്ന ഇത് കൊടുത്ത് നമുക്കൊന്ന് സഹായിക്കാൻ പറ്റിയ അത് അവർക്കൊരു താങ്ങായിരിക്കും. അപ്പം കഴിയുന്ന ആൾക്കാർ ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട്. ഇത് പറയാനായിട്ടാണ് നമ്മൾ വന്നത്. ഒരു വീഡിയോ എടുത്ത് ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ തന്നെ ദയവേത് എല്ലാവരും സഹായിക്കണം. ആ കുട്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.